അബുവിന്റെ മരണം അന്വേഷിക്കാൻ വരുന്ന CID ദൈവസഹായം, CID കുഴപ്പം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. CID മാർ. കുഴപ്പം ഇത് കുഴപ്പം പിടിച്ച പ്രദേശമാണ്. നമ്മൾ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായോ? മിസ്റ്റർ ദൈവസഹായം, യെസ്, ആ കൊലപാതകം അന്വേഷിക്കാനല്ലേ? യെസ്, ഫോളോ മീ. മിസ്റ്റർ കുഴപ്പം, പ്രധാനമായി ചിന്തിക്കേണ്ട ഒന്നുണ്ട്. അതെന്താണ്? മിസ്റ്റർ കുഴപ്പം, പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യയായിരുന്നു. അങ്ങനെ എത്രയോ ആത്മഹത്യകൾ നമ്മൾ കൊലപാതകമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. യെസ്, അതാവണം. നമ്മളെപ്പോലുള്ള ഡിറ്റക്റ്റീവുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മിസ്റ്റർ ദൈവസഹായം, താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുഴപ്പം, നമ്മൾ എവിടെയാണോ കൊലപാതകം നടന്നത് അവിടെ ചെല്ലുമ്പോൾ ചില സംഗതികൾ ഓർക്കണം. ഒരു തെളിവും നഷ്ടപ്പെടാൻ പാടില്ല. അതില്ല. ഫോളോ മീ. മിസ്റ്റർ കുഴപ്പം, ഈ മരത്തിലാണ് ആ മൃതശരീരം കാണപ്പെട്ടത്. ഫോളോ മീ. ഈ മരത്തിലാണോ? യെസ്. മിസ്റ്റർ ദൈവസഹായം, നമുക്കിതിലൊരു ഡമ്മി പരീക്ഷിച്ചാലോ? ഐഡിയ. മിസ്റ്റർ കുഴപ്പം, അങ്ങനെയെങ്കിൽ ഈ മരക്കൊമ്പും ഭൂമിയും തമ്മിലുള്ള അകലം 8 അടിയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ബോഡി തൂങ്ങി നിന്നത് 2 അടി ഉയരത്തിൽ. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആ കോൺസ്റ്റബിളിനെ വിളിച്ച് ഒന്ന് ഡമ്മി പരീക്ഷിച്ചു നോക്കണം. അതെ, അത് ഐഡിയ. കോൺസ്റ്റബിൾ, അങ്ങനെയെങ്കിൽ നമുക്ക് ഡമ്മി പരീക്ഷണമാവാം. മിസ്റ്റർ വിജയൻ, ഇങ്ങ് വന്നേ. ഈ കൊമ്പിൽ നിന്നും 2 അടി മാറി ഒന്ന് തൂങ്ങി നിന്നേ. ചുരുക്കൊന്ന് കഴുത്തിലിട്ടുള്ള വിജയൻ. ഓക്കെ വിജയൻ, ആ കാലൊന്ന് താത്തു വിജയൻ. മിസ്റ്റർ ദൈവസഹായം, ആ കോൺസ്റ്റബിൾ ഈ തടിയുടെ ഈ ഭാഗത്ത് 2 അടി മാറിയാണ് തൂങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാല് ഇവിടെ നിന്നും 1 അടി മാത്രമാണ് ഗ്യാപ്പ്. അതായത് മരണവെപ്പുള്ള സമയത്ത് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. മരത്തിന്റെ ഈ ഭാഗത്ത് ചവിട്ടി അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. അപ്പോ ഇത് കൃത്യമായും ആസൂത്രിതമായ ഒരു കൊലപാതകം. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ ഇവിടെ കിട്ടാതിരിക്കില്ല. കമാൺ. കുഴപ്പം, ആ കർച്ചീഫ് എടുക്കും. എവിടെയാ കർച്ചീഫ്? മിസ്റ്റർ കുഴപ്പം, അത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പൊതിയാണല്ലോ. മിസ്റ്റർ കുഴപ്പം, അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് ശരിയായി. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? പറയാം. മിസ്റ്റർ കുഴപ്പം, അന്നത്തെ പോലീസ് റിപ്പോർട്ട് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചിരുന്നല്ലോ. അന്ന് പെരുമഴയായിരുന്നു. അതെ. സ്വാഭാവികമായും അന്ന് അദ്ദേഹത്തിന്റെ ബാഗ് കത്തിയതായി FIR രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനു ചുറ്റും തീപ്പെട്ടിയോ മറ്റു ലക്ഷണങ്ങളോ ഇല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഗ്ലിസറിനും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഇവിടെ കണ്ടതിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. മിസ്റ്റർ കുഴപ്പം, തീ കത്താൻ നമുക്ക് തീപ്പെട്ടി വേണമെന്നില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിൻ തമ്മിൽ മിക്സ് ചെയ്താൽ തീ ഉണ്ടാകുമെന്നറിയാവുന്ന ഒരു സയൻസുമായി ബന്ധമുള്ള ഒരാളായിരിക്കും ഇതിന്റെ കൊലപാതകി. ശരിയാവാം. ശരിയാണ്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ താങ്കൾ ശ്രദ്ധിച്ചായിരുന്നു? ആ ഡയറിയിലൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോ എന്റെ കണക്കൂട്ടൽ വീണ്ടും തെറ്റിയില്ല. ആ ഡയറി കുറിപ്പ് താങ്കളുടെ കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. എടുത്തുകൊണ്ട് വരൂ. ശ്രീ മിസ്റ്റർ കുഴപ്പം ഗോപാലകൃഷ്ണൻ, ഈ ഡയറി കുറിപ്പിൽ താങ്കൾ ഒരു അക്ഷരവും കാണുന്നില്ല അല്ലേ? അതെ. ഇത് തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ ചെറുതായി. അതെങ്ങനെയാണ് മിസ്റ്റർ ദൈവസഹായം? ശ്രീ മിസ്റ്റർ കുഴപ്പം, പണ്ട് ഞാൻ ചൈനയിൽ ഒരു കേസ് അന്വേഷണം ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. തള്ളു വേണ്ട, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ശ്രീ മിസ്റ്റർ കുഴപ്പം, താങ്കൾ ആ ഡയറി ആ വെള്ളത്തിലേക്ക് നിട്ടെ. അതൊന്ന് വിഡിത്തമാണ് ഈ പറയുന്നത്. ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ടാ പോകുന്നില്ലാതായി പോകില്ലേ? മിസ്റ്റർ കുഴപ്പം,
താങ്കൾ ഒന്ന് വെള്ളത്തിലേക്ക് ഇടൂ. ഇപ്പോൾ എന്ത് നടക്കും നോക്കാം. ഇട്ടു നോക്കൂ. ആ ശരി. സഹായം ഇതിലെന്തോ തെളിഞ്ഞു കാണുന്നല്ലോ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നാരങ്ങ വെള്ളം പേരയിൽ മുക്കിയെഴുതിയ അക്ഷരങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തെളിഞ്ഞു വരും. അതാ അതിലൊരു വണ്ടിയുടെ നമ്പർ തെളിഞ്ഞു കാണുന്നില്ലേ? അതെ അതെ അതെ. ഒന്ന് വായിക്കൂ. KL 22N 7155. യെസ്, അപ്പോ നമ്മൾ ഉദ്ദേശിച്ച കൊലപാതകയുടെ വാഹനം. കുഴപ്പം, ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. സാർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമ്പറുള്ള വണ്ടിയല്ലേ വരുന്നത്? യെസ്, കുഴപ്പം. നമുക്ക് മാറി നിൽക്കാം. അവൻ നമ്മളെ ശ്രദ്ധിച്ചാണ് വരുന്നത്. നമുക്കിവിടെ ഒളിഞ്ഞു നോക്കാം. ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു ശ്രമിക്കും. എന്തിനാണിത് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കുഴപ്പം, അങ്ങനെയെങ്കിൽ മരിച്ച സാബുവിന്റെ വീട്ടിലേക്ക് നമുക്കൊരു അന്വേഷണം നടത്തണം. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി സാബു കൊല്ലപ്പെട്ടു ഇതറിയണമെങ്കിൽ നമുക്ക് സാബുവിന്റെ വീട്ടിലേക്ക് പോകണം. വിശദമായ അന്വേഷണം നടത്തണം. ആ ഡയറി മുഴുവൻ നമുക്ക് പരിശോധിക്കണം. ഫോളോ മീ. മിസ്റ്റർ കുഴപ്പം, എന്താ ഈ കാര്യങ്ങൾ? ഞാനിപ്പോ സാബുവിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ വയസ്സായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ കേസിനോട് താല്പര്യമില്ല. മിസ്റ്റർ കുഴപ്പം, എന്നെയും അലട്ടുന്നൊരു പ്രശ്നം അതാണ്. മിസ്റ്റർ കുഴപ്പം, ഞാൻ സാബുവിന്റെ കാമുകിയുമായി സംസാരിച്ചു. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് അവളുടെ സഹോദരന് സംശയമില്ലെന്നാണ്. നമ്മളുടെ നിഗമനത്തിൽ ആ കൊലപാതകം നടത്തിയത് അവളുടെ സഹോദരനാണ്. അത് ശരിയാണ്. സാഹചര്യ തെളിവുകളെല്ലാം അവനെതിരില്ല. എന്നിട്ടും അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പക്ഷെ കുഴപ്പം, ഞാൻ ആ കുട്ടിയുമായി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ സഹോദരൻ താല്പര്യമുണ്ടായിരുന്നു. ഓഹോ, അങ്ങനെയോ? അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് സ്വന്തം സഹോദരനെ ഈ കൊലപാതകത്തിൽ സംശയമില്ലാതാക്കി. അപ്പോൾ ഇതൊരു കുഴപ്പിക്കുന്ന കേസാണ്. അതെ. ഹലോ, ഞങ്ങൾ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചൈനയിലല്ലേ, അത് ഞങ്ങൾ അടുത്ത ആഴ്ച എത്തിക്കൊള്ളാം. ഓക്കെ, ഞാൻ എൻ്റെ അസിസ്റ്റന്റ് കുഴപ്പത്തിന് വിടാം. ഓക്കെ. വ്യവസായം ആ CCTV ക്യാമറ ഉണ്ടോ? അതെ, അത് നമ്മുടെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തിരുന്നു. മിസ്റ്റർ കുഴപ്പം, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ദൃശ്യവും ആ CCTV പതിഞ്ഞു കാണും. ഫോളോ മീ. മിസ്റ്റർ കുഴപ്പം, അവിടെ നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ ഈ കേസിന്റെ തെളിവ് ഈ CD-യിലായിരിക്കും. വരൂ, നമുക്കിത് പരിശോധിക്കാം. മിസ്റ്റർ കുഴപ്പം, നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ എല്ലാം ഇതിൽ തന്നെ കാണും. മിസ്റ്റർ കുഴപ്പം, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാന ഉടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുഗണം, കവിത എന്നിലും നിറകുടം, അറിയുകില്ല നീ ആരാരോ, ദേവഗാന ഉടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും. ഇനി എന്നാ നമ്മൾ കാണുന്നത്? ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എനിക്കൊട്ടും പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് കഴിയുന്നുണ്ടെന്ന് സാബുവേട്ടന് തോന്നുന്നുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ചാലോ? അതൊക്കെ പിന്നീടാവട്ടെ സാബുവേട്ട. ശരി, എന്നാ നമുക്ക് നാളെ കാണാം. എന്നെ മറക്കും? അതെങ്ങനെ മറക്കും നിന്നെ ഞാൻ? ഞാൻ പൊക്കോട്ടെ, ചേട്ടൻ വരാൻ സമയമായി. ശരി, നാളെ കാണാം.
അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്റെ സഹോദരിയെ പ്രേമിക്കുന്നു. അനുവദിക്കില്ല ഞാൻ. എന്റെ പെങ്ങളോടൊപ്പം ജീവിക്കാമെന്ന് കരുതിയോടാ. നിന്നെ ഇവിടെ തന്നെ കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ, അവൻ തന്നെ കൊലപാതകി. നമ്മളെ ദൈവം കൈവിടില്ല. മിസ്റ്റർ കുഴപ്പം, ഓരോ ആത്മഹത്യയും നമ്മൾ കൊലപാതകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതും യഥാർത്ഥ പ്രതിയെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. നമുക്കിത് ഓഫ് ചെയ്യാം. മിസ്റ്റർ ദേവസായം, തുടർന്നും ആ ദൃശ്യങ്ങൾ കാണുന്നല്ലോ. അതിൽ മൂന്നാമതൊരാൾ. എവിടെ നോക്കട്ടെ. മിസ്റ്റർ കുഴപ്പം, ഇതൊരു ടെസ്റ്റ് ആണല്ലോ. നോക്കൂ, ആ ദൃശ്യം നോക്കൂ. അതെ അതെ. ഇവന്റെ കഥ കഴിഞ്ഞു. ആരോ പറയുന്നു ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോ ഈ ബാഗ് നിറയെ സ്വർണമാണല്ലേ? ഇവനെ കൊന്നിട്ട് എത്രയും പെട്ടെന്ന് അത് കൈക്കലാക്കണം. നിറച്ച് സ്വർണ്ണമാണ്. മരത്തിൽ കെട്ടിത്തൂക്കാം. കുഴപ്പം, നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്. മിസ്റ്റർ കുഴപ്പം, ഒരുപക്ഷെ നമ്മൾ തെളിയിച്ചതിൽ നിന്നും പ്രമാദമായ കേസ്. കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതി ഇന്നും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. നമുക്ക് ഉടനെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യണം. വരൂ, ഫോളോ മീ. മിസ്റ്റർ കുഴപ്പം, അത് അവനല്ലേ? അതെ, ആ പ്രതിയാണല്ലോ അത്. ഫോളോ മീ. സൈമൺ, യു ആർ അണ്ടർ അറസ്റ്റ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? നിനക്ക് അതിന് ഒരിക്കലും സാധിക്കില്ല. ഐ ആം CID കുഴപ്പം. ഐ ആം CID ദേവസഹായം.